ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തി വൻ വിജയമായ വർഷങ്ങൾക്ക് ശേഷം ഇതാ ചിത്രത്തിൻ്റെ 13 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രം വളരെ വലിയ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ വർഷങ്ങൾക്കു ശേഷം 13-ാം ദിവസം കേരളത്തിൽ നിന്ന് 1 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ 72 കോടി കളക്ഷൻ നേടി ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്കു ശേഷം 72 കോടി കടന്നത് ഒരു വലിയ നേട്ടം തന്നെയാണല്ലോ. ചിത്രത്തിലെ ഗാനരംഗങ്ങളിൽ പ്രണവിന് അച്ഛൻ്റെ അതേ മുഖച്ഛായയും രീതികളും വന്നത് ഒരു തരംഗം തന്നെയായിരുന്നു. എന്തായാലും 13 ദിവസങ്ങൾ കൊണ്ട് ഇത്രയും വലിയ കളക്ഷനിലേക്കെത്തിയ ചിത്രം 10 ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ 80-85 കോടി ഫൈനൽ കളക്ഷനിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫഹദ് ഫാസിൽ നായകനായി ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായ ആവേശം 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ്. 13 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചിത്രം 100 കോടി എന്ന ആ ഒരു വലിയ സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ വർഷം 100 കോടിയുടെ പെരുമഴ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രേമലു എന്ന ചിത്രം 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. അതിനു മുൻപ് മഞ്ഞുമൽ ബോയ്സ് എന്നിങ്ങനെ ഒരുപാട് ചലച്ചിത്രങ്ങൾ 2024 തുടക്കത്തിൽ തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. 13-ാം ദിവസം ചിത്രം കേരളത്തിൽ നിന്നും 3 കോടിയും വേൾഡ് വൈഡായി 101 കോടി കളക്ഷനുമാണ് നേടിയിരിക്കുന്നത്. ഇനി ചിത്രം 150 കോടി ക്ലബ്ബിൽ ഇടം നേടുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ചിത്രം ഇനി ഒരു 10 ദിവസങ്ങൾ കൂടി തിയേറ്ററുകളിൽ ഓടിയാൽ 130-135 കോടി ഫൈനൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടേക്കാം. കൂടുതൽ സിനിമ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.